ഞാൻ നിന്നോടൊരു റിഡിൽ ചോദിക്കട്ടെ? നീ ചോദിക്കുന്നേ. ഞാൻ എല്ലാ മാസവും ഒരുപാട് ആളുകളുടെ അടുത്ത് പണം കളക്ട് ചെയ്യും. ചിലപ്പോൾ ഞാൻ അവർ തന്നതിലും കൂടുതൽ ഞാൻ തിരിച്ചു കൊടുക്കും, ചിലപ്പോൾ ഞാൻ കുറവായിരിക്കും കൊടുക്കുക. അപ്പോൾ നിന്റെ ടേണിനായിട്ട് നീ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എല്ലാവർക്കും അവരുടെ ഷെയർ എന്തായാലും കിട്ടും എന്നുള്ളൊരു കാര്യം ഞാൻ ഉറപ്പ് വരും. അപ്പോൾ ആരാണ് ഞാൻ? വേഗം പറ. കേട്ടിട്ട് SIP പോലെ ഉണ്ടല്ലോ, മ്യൂച്വൽ ഫണ്ട്സ് ആണോ? ആക്ച്വലി ഞാൻ ചിറ്റ് ഫണ്ട്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സീരിയസ്ലി? കേട്ടിട്ട് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയുണ്ടല്ലോ. എന്താ ഈ ചിറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ? കേൾക്കുമ്പോൾ രണ്ടും ഒരുപോലെയൊക്കെ തോന്നും, പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റോറിയാണിത്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്താണ് ചിറ്റ് ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുടുംബശ്രീ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ? അപ്പോൾ ഇവിടെ കുറേ ഗോസിപ്പ് പറിച്ചിലും ഫുഡ് കഴിക്കലും മാത്രമൊന്നല്ല ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാ ആൾക്കാരും എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇടും. എന്നിട്ട് എല്ലാ തവണയും ഒരാൾക്കൊരു മൊത്തം പൈസ കിട്ടും. അടുത്ത മാസം വേറെ ആൾക്കാവും കിട്ടുന്നത്, അങ്ങനെ അത് പോകും. അപ്പോൾ അത് തന്നെയാണ് ചിറ്റ് ഫണ്ടിൻ്റെ ഒരു ബേസിക് ഐഡിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ചിറ്റ് ഫണ്ട് ഇന്ത്യയിൽ പല രീതിയിലാണ് അറിയപ്പെടുന്നത്. അതായത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അതനുസരിച്ച് പല പല പേരുകളിൽ ഇത് അറിയപ്പെടും. ലൈക്ക് ഇപ്പോൾ ചിട്ടി, കുറി, കിറ്റി, അങ്ങനെ പലതും. അതുപോലെ ഇൻ്റർനാഷണലി ഇത് അറിയപ്പെടുന്നത് റോസ്ക എന്നാണ്, റൊട്ടേറ്റിംഗ് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ. സോ എങ്ങനെയാണ് ഈ ചിറ്റ് ഫണ്ട് വർക്ക് ചെയ്യുന്നത്? പക്ഷെ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് ടേംസ് നമുക്കിവിടെ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. ആദ്യത്തെ ചിറ്റ്. അപ്പോൾ ചിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കീം തന്നെയാണ്. അപ്പോൾ ഇതൊരു മണി സർക്കിളാണ്. ഇത് എല്ലാ ആൾക്കാർക്കും ഇവിടെ പണം ഇടും. എന്നിട്ട് ഓരോ ആൾക്കാർക്കും അവരുടെ ടേൺ വരുമ്പോൾ ഒരു വലിയ തുക ഇവിടുന്ന് കിട്ടും. ഇനി നമ്മൾ അറിയേണ്ട അടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ ആണ്. അതായത് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ഭാഗമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പറയുന്നത്. അടുത്ത ടിക്കറ്റ്സ് ആണ്. ലൈക്ക് ഈ ഒരു ചിറ്റിൽ ഓരോ ആളുകളുടെയും ഷെയറിനെയാണ് ഈ ചിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കറ്റാണ്. അടുത്ത ഫോർമാൻ ആണ്. അപ്പോൾ ഇതാണ് ഓർഗനൈസർ. അതായത് ഈ ഒരു മൊത്തം ചിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനീനെയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇവർ പണം കളക്ട് ചെയ്തിട്ട് ലേലം വിളിക്കും. അതുപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യം അവർ ഉറപ്പ് വരുത്തും. ഇനി അടുത്ത് എന്താണ്? പ്രൈസ് സബ്സ്ക്രൈബർ ആണ്. അപ്പോൾ ആ ഒരു മാസം പണം കിട്ടുന്ന ഭാഗ്യവാനെയാണ് നമ്മളിത് പറയുന്നത്. ഇനിയിപ്പോൾ നോൺ പ്രൈസ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഇതുവരെ പ്രൈസ് മണി ലഭിക്കാത്ത ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡീഫാൾട്ട് വരുത്തുന്നവരെ ഇതിൽ വരില്ല. അതായത് പേയ്മെന്റ് മിസ്സായവരെ നമ്മൾ ഇതിൽ കൂട്ടില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ചിറ്റ് ഫണ്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, 25 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി അടുത്ത 25 മാസത്തേക്ക് 4000 രൂപ വെച്ച് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ 25 പേര് 4000 രൂപ വെച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാസം എത്രയാവും? 1,00,000 രൂപ അല്ലേ? സോ ഇവിടെ എല്ലാ മാസവും ഒരാൾക്ക് 1,00,000 രൂപ വെച്ച് കിട്ടും. ഇനി ആർക്കാണ് ഈ പണം കിട്ടുക എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇവിടെ തീരുമാനിക്കുക? അപ്പോൾ ഇത് നമുക്ക് 2 വഴിയുണ്ട്. ആദ്യത്തെ ലക്കി ഡ്രോ ആണ്. അപ്പോൾ ഇത് തുടക്ക കാലങ്ങളിലാണ് മിക്കപ്പോഴും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാവരും 4000 രൂപ വെച്ച് ഇടും. ഒരാളുടെ പേര് നമ്മളിവിടെ സെലക്ട് ചെയ്യും. ആ ഒരു ഭാഗ്യവാന് മൊത്തം 1,00,000 രൂപ, അതിൽ നിന്ന് ഫോർമാൻ ഫീ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് കിട്ടും. ഇനിയിപ്പം ഇവിടെ വേറൊരാൾക്ക് ശരിക്കും ഇപ്പോൾ പണത്തിനൊരു ആവശ്യമുണ്ട്. അപ്പോൾ അയാൾ മുന്നോട്ടേക്ക് വേണമെങ്കിൽ വരാം. അപ്പോൾ വേറെ ആർക്കും അതിനൊരു എതിരഭിപ്രായം ഒന്നും ഇല്ലെങ്കിൽ ആ ആൾക്ക് അവിടെ പണം ഇവിടെ എടുക്കാം. ഇനിയിപ്പം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ബിഡിങ്ങിലേക്ക് നമ്മളിവിടെ മാറും. അപ്പോൾ ലേലത്തിൻ്റെ സമയത്ത് എല്ലാ നോൺ പ്രൈസ് സബ്സ്ക്രൈബേഴ്സും ബിഡ് പ്ലേസ് ചെയ്യും. പക്ഷേ ഇതൊരു റിവേഴ്സ് ഓപ്ഷൻ ആണ്. പക്ഷേ ഇവിടെ ലോവസ്റ്റ് ബിഡ് ആയിരിക്കും ജയിക്കുന്നത്. അപ്പോൾ ലോവസ്റ്റ് ബിഡിൽ ലോവസ്റ്റ് സം എടുക്കുന്ന തയ്യാറാകുന്ന സബ്സ്ക്രൈബർ ആയിരിക്കും വിന്നറായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മാസത്തെ പ്രൈസ് മണിയും നമുക്ക് ഇവിടെ ലഭിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പം 1,00,000 പകരം ഇപ്പോൾ ഒരാൾ 80,000 രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ബിഡ് ജയിക്കും. അപ്പോൾ ഇവിടെ അവർ വേണ്ടാന്ന് വെച്ചാൽ 20,000 രൂപയാണ്. ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആൾക്കാർ ഡിവിഡൻ്റ് ആയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിവിഡൻറ്റ് അടുത്ത മാസം ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് ആഡ് ചെയ്യും. സോ നമുക്ക് അടുത്ത മാസം നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് ഇവിടെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ 25 സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. ഇപ്പോൾ 24 മെമ്പേഴ്സും 20,000 രൂപ വെച്ച് സ്പ്ലിറ്റ് ചെയ്തെടുക്കും. അതായത് ഇവിടെ ഓരോ ആളുകൾക്കും എത്രയാണ്? 833 രൂപ വെച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മാസം 4,000 രൂപ അടയ്ക്കുന്നതിന് പകരം ഈ 24 നോൺ പ്രൈസ് മെമ്പേഴ്സ് ഇനി 3,161 രൂപ അടച്ചാൽ മതി. ചിറ്റ് ഫണ്ട് പാർട്ടിസിപ്പൻസിന് ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ബിഡ് ചെയ്ത ആൾക്ക് ആവശ്യമായിട്ടുള്ള പണം കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സിന് അവർ അടയ്ക്കേണ്ട ഒറിജിനൽ എമൗണ്ടിനേക്കാളും കുറവ് എമൗണ്ട് ഇനി അടച്ചാൽ മതി. പിന്നെ ഇവിടെ ഫോർമാന് ചെറിയൊരു ഫീസും കിട്ടും. അപ്പോൾ പൊതുവേ എല്ലാ മാസവും കുറഞ്ഞൊരു 5% കമ്മീഷനായിട്ട് വരും. സോ ഇവിടെ എല്ലാ മാസവും എല്ലാവരും 4,000 രൂപ വെച്ച് അടയ്ക്കും. ഇവിടെ ഒരാൾക്ക് വലിയൊരു തുക കിട്ടും. അതായത് 1,00,000 മൈനസ് കമ്മീഷൻ. ബാക്കിയുള്ള ആളുകൾക്ക് ഡിസ്കൗണ്ടിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ ഇവിടെ പ്രൈസ് എല്ലാവർക്കും കിട്ടുന്നത് വരെ എന്താണ് ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ പൊതുവെ മാക്സിമം ബിഡ് എന്ന് പറയുന്നത് ടോട്ടൽ ചിറ്റ് വാല്യൂവിൻ്റെ ഏകദേശം 20 മുതൽ 40%. പക്ഷേ ഇപ്പോൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ സെയിം ബിഡ് ഓഫർ ചെയ്താൽ എന്ത് ചെയ്യും? സിമ്പിളാണ്. ഈ 2 ആൾക്കാർ വെച്ച് നമ്മളൊരു ലക്കി ഡ്രോ നടത്തും. എന്നിട്ട് ഒരാളെ നമ്മളിവിടെ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഗ്രൂപ്പിൻ്റെ സൈസ് അതുപോലെ എഗ്രിമെൻ്റ് അനുസരിച്ച് ചിറ്റ് ഫണ്ട്സ് 1 മുതൽ 4 വർഷം വരെയൊക്കെ പോകും. ഓക്കെ, ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം.
അപ്പോൾ ചിറ്റ് ഫണ്ട് പോലെ വേറെ നമ്മൾ ആളുകളുടെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എല്ലാ മാസവും ഒരാൾക്ക് പണം നമ്മൾ കൊടുക്കുന്നില്ല, അതിന് പകരം നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പണവും ബാക്കിയുള്ള ആളുകളുടെ പണവും എല്ലാം കൂടി ഒന്നിച്ച് ചേരുവാണ്. എന്നിട്ട് ഇവിടെ ഒരു പ്രൊഫഷണൽ മാനേജർ ഈ ഒരു പണം എടുത്ത് പല ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫണ്ടിൻ്റെ ലക്ഷ്യം അനുസരിച്ച് ഉള്ള ഇൻസ്ട്രുമെന്റ്സിലേക്കായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില മ്യൂച്വൽ ഫണ്ട്സ് കമ്പനീസിൻ്റെ ഷെയർസിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതലും. ഇനിയിപ്പം ചില മ്യൂച്വൽ ഫണ്ട്സ് ഗവൺമെൻറ് ബോണ്ട്സ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം പോലത്തെ സ്കീംസിലേക്കായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വേറെ ചില മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെയൊക്കെ ഒരു മിക്സിലായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമുക്കിവിടെ തിരിച്ചു കിട്ടുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരുമ്പോൾ നമ്മൾ എത്രയാണോ പണം നമ്മൾ ഇട്ടത് അതനുസരിച്ച് പ്രോഫിറ്റ് നമുക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്ന NAV വഴിയാണ്, അതായത് നെറ്റ് അസറ്റ് വാല്യൂ. ഇപ്പം NAV കൂടിയാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരും. ഇനിയിപ്പോൾ NAV കുറഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ കുറച്ച് കുറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ 5000 രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് NAV 10 രൂപയായിരുന്നു. സോ 5000 ഡിവൈഡഡ് ബൈ 10 നിങ്ങൾക്ക് ഇവിടെ 500 യൂണിറ്റ്സ് ലഭിക്കും. ഇനിയിപ്പോൾ 4 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് മാറിയതെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം NAV കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വളരും. പക്ഷേ 4th മന്തിലെ പോലെ ഇവിടെ എന്താണ് NAV ഇടിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ വാല്യൂം കുറയും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്, അതായത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മുകളിലേക്കും താഴേക്കൊക്കെ പോകും. അതുപോലെ തന്നെ നമ്മുടെ പണം മാനേജ് ചെയ്യുന്നതിന് മ്യൂച്വൽ ഫണ്ട് ചെറിയൊരു ഫീസും ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫീസും എക്സ്പെൻസ് ചാർജും ഒക്കെ ചെയ്യുന്നത് റെഗുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ സെബിയുടെ ലിമിറ്റ്സ് പ്രകാരമാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ സെബിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് 2 കേസിൽ നമുക്ക് റെഗുലേഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട്സ് റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ 1988 ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സെബിയുടെ ആക്ട് പ്രകാരം 1992 ഇതൊരു ലീഗൽ അതോറിറ്റി ആയി. ഇനി ചിറ്റ് ഫണ്ട്സിലാണെങ്കിലോ ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ റെഗുലേഷൻ വരുന്നത്. അപ്പോൾ ചിറ്റ് ഫണ്ട്സിൽ അങ്ങനെയല്ല. ചിറ്റ് ഫണ്ട്സ് റെഗുലേറ്റ് ചെയ്യുന്ന 1982 ചിറ്റ് ഫണ്ട് ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഈ ലോയിൽ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചിറ്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എങ്ങനെയാണ് ഓപ്ഷൻ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഒരാളിപ്പോൾ പണം അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എല്ലാം ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർക്ക് പേയ്മെൻറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഫോർമാൻ ഇവിടെ ആ ഒരു വ്യക്തിനെ ഒഴിവാക്കും. പക്ഷേ ഒരു റിട്ടേൺ നോട്ടീസിന് ശേഷം മാത്രമേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കുള്ളൂ. ഇനി ഇവിടെ അടുത്തൊരു ടെസ്റ്റ് വരുന്നതാണ്. ഈവൻ ദോ ചിറ്റ് ഫണ്ട്സ് ആക്ട് 1982 ഒരു സെൻട്രൽ ലോ ആണെങ്കിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും എൻഫോഴ്സ് ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും ബേസിക് റൂൾസ് സെയിം ആണ്. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് വ്യത്യാസം ഇവിടെ വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഈ ലോ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തി ചിറ്റ് ഫണ്ട് തുടങ്ങണമെങ്കിൽ അപ്രൂവലിനായിട്ട് ആദ്യം സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഓഫീസർക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും RBIക്ക് ചിറ്റ് ഫണ്ട് റെഗുലേറ്റ് ചെയ്യുന്നതിൽ പങ്കൊന്നും ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ RBIക്ക് ഇല്ല, ചിറ്റ് ഫണ്ട് കമ്പനീസിന് RBIയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ ലിമിറ്റ് ഉണ്ട്. 2009 RBI ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബാങ്കുകൾ ചെയ്യുന്ന പോലെ ചിറ്റ് ഫണ്ട് പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിറ്റ് ഫണ്ട്സ് ആളുകളുടെ അടുത്ത് നിന്ന് പണം ഡിപ്പോസിറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ RBIക്ക് ലീഗൽ ആക്ഷൻ എടുക്കാനുള്ള അവകാശമുണ്ട്. സോ ചിറ്റ് ഫണ്ട്സ് രജിസ്റ്റേർഡ് ആണ്, നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്, അതുപോലെ അപ്രൂവ്ഡ് ആണെങ്കിൽ ചിറ്റ് ഫണ്ട്സ് ലീഗലാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പണമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ. ഇനിയിപ്പോൾ ചിറ്റ് ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ നമുക്കറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, അതായത് നമുക്ക് എത്ര കിട്ടും, അതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിറ്റ് ഫണ്ട് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ 20 മെമ്പറുള്ള ഒരു ചിറ്റ് ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഓരോ ആളുകളും എല്ലാ മാസം 1000 രൂപ വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഓരോ മാസം നമുക്കിവിടെ 20,000 രൂപ വെച്ച് നമ്മളിവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പല മാസങ്ങളിൽ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ വിചാരിക്കുന്നത്. ആദ്യത്തെ വിന്നിംഗ് ബിഡ് 16,200 രൂപയാണെന്ന്. അതുപോലെ തന്നെ ബിഡ് എമൗണ്ട് ഓരോ മാസം 200 രൂപ വെച്ച് കൂടുവാണ്. സോ ഈ ഒരു നമ്പറിൽ നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലാകുന്നത്? ആദ്യത്തെ മാസം ഇവിടെ വിന്നർക്ക് 15,200 രൂപയാണ് കിട്ടുന്നത്. 20ാമത്തെ മാസം ആകുമ്പോഴേക്കും വിന്നർക്ക് 19,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ റിയൽ ടേംസിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഒരാൾ നേരത്തെ ചിട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആദ്യത്തെ മാസം തന്നെ വിളിക്കുവാണെങ്കിൽ അതൊരു ലോൺ എടുക്കുന്ന പോലെയാണ്. അവർക്ക് ഇവിടെ 15,200 രൂപ കിട്ടും. പക്ഷേ അടുത്ത 20 മാസത്തേക്ക് 1000 രൂപ വെച്ച് അടയ്ക്കണം. അതായത് ടോട്ടൽ 20,000 രൂപ അടയ്ക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പണം നേരത്തെ കിട്ടാനായിട്ട് നിങ്ങൾ എക്സ്ട്രാ 4,800 രൂപ കൊടുക്കുവാണ്. അപ്പോൾ നേരത്തെ കിട്ടാനായിട്ട് നിങ്ങൾ ചിലവാക്കിയത് അറൗണ്ട് 22%. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലോണിന് സെയിം ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ അവസാന മാസം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സേവിങ് സ്കീം പോലെയാണ്. അപ്പോൾ നമ്മൾ മൊത്തം 20,000 രൂപ കൊടുത്തിട്ട് നമുക്കിവിടെ 19,000 രൂപ കിട്ടും. സോ ഇങ്ങനെയാണ് ചിറ്റ് ഫണ്ട്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിളും ആണ്. അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ ചിട്ടി വിളിച്ചെടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ഇവിടെ റിട്ടേൺ വരുന്നത്.
പക്ഷേ ചിറ്റ് ഫണ്ട്സ് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ലിങ്ക്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കണ്ടീഷനൊന്നും ഇവിടെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ റിസ്ക് ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പം ആരെങ്കിലും ഒരാൾ ഇൻസ്റ്റാൾമെന്റ് അടച്ചില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും അത് പ്രശ്നമാവും. ഇപ്പം ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾ പണം അടയ്ക്കുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ മൊത്തം സിസ്റ്റം തന്നെ തകരും ഇവിടെ. ഇനി അടുത്തത്, ഇപ്പോൾ ചിറ്റ് ഫണ്ട്സ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻഫോർമൽ ആണെങ്കിൽ തട്ടിപ്പിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മോശമാവാം. അൺരജിസ്റ്റേർഡ് ചിറ്റ് ഫണ്ട്സ് എല്ലാം റിസ്ക്കിയാണ്. കാരണം എന്തെങ്കിലും ഇവിടെ ഒരു കാര്യങ്ങൾ മോശമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒഫീഷ്യൽ സിസ്റ്റം ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ റൂൾസോ ഓഡിറ്റ്സോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ചിറ്റ് ഫണ്ട്സ് പോലെയല്ല മ്യൂച്വൽ ഫണ്ട്സ്, അത് മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് അതിൽ ബോണ്ട് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അതനുസരിച്ചാണ് ഇവിടെ പെർഫോമൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ട്. ആദ്യത്തെ മാർക്കറ്റ് റിസ്ക് ആണ്. അതായത് മാർക്കറ്റ് ഇടിയുവാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഇടിയും. അടുത്ത ലിക്വിഡിറ്റി റിസ്ക് ആണ്. അപ്പോൾ ചില ഫണ്ടൊക്കെ നഷ്ടമില്ലാതെ പെട്ടെന്ന് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പാടാണ്. ഇനി അടുത്ത് ഡീഫാൾട്ട് റിസ്ക് ആണ്. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കമ്പനികൾ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഫണ്ട് സഫർ ചെയ്യും ഇവിടെ. ഇനി അടുത്ത വോളറ്റിലിറ്റി ആണ്. അപ്പോൾ ഓരോ ദിവസം തന്നെ എന്താണ് വില കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പോൾ ഷോർട്ട് ടേമിൽ അത് നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഡെയിലി NAV മാറാം. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വന്നാൽ, ഇപ്പോൾ എന്തെങ്കിലും എക്കണോമിക് ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, പോളിസിയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ, അതുപോലെ ഈവൻ എന്താണ് പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് കാരണം NAV മാറാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ റിസ്ക് അതുപോലെ റിട്ടേൺസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്, എനിക്കിപ്പോൾ പണം തിരിച്ചു വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എത്രത്തോളം ലിക്വിഡാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്? അപ്പോൾ ആദ്യം നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ മിക്ക ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടും നിങ്ങൾക്ക് ഏതൊരു ബിസിനസ് ഡേയിലും നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് നിലവിലെ NAVയിൽ നിങ്ങൾക്ക് യൂണിറ്റ്സ് വിറ്റ് നിങ്ങൾക്ക് പണം തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് എപ്പോഴാണോ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. എക്സെപ്റ്റ് ഇപ്പോൾ ടാക്സ് സേവിംഗ് ഫണ്ട്സ്, അതായത് ELSSലൊക്കെ 3 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം മാത്രം നിങ്ങൾക്ക് പിൻവലിക്കാം, ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് തുടരാം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. മിക്ക മ്യൂച്വൽ ഫണ്ടും എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ സെറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡിന് മുമ്പേ നമ്മൾ റെഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെറിയൊരു പെനാൽറ്റി നമ്മുടെ അടുത്ത് ചാർജ് ചെയ്യും. അപ്പോൾ പൊതുവേ ഇതൊരു 1% ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് മിക്കപ്പോഴും 1 വർഷമൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് 1 വർഷത്തിന് മുമ്പേ നിങ്ങൾ റെഡീം ചെയ്ത എക്സിറ്റ് ലോഡ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നിങ്ങളുടെ അടുത്ത് ചാർജ് ചെയ്യാം. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ടിന് എന്തായാലും ലിക്വിഡിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ ഓരോ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഫണ്ട് എക്സിറ്റ് ലോഡ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഉണ്ടെങ്കിൽ അത് എത്ര ശതമാനമാണ് എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് ചിറ്റ് ഫണ്ട്സിലേക്ക് വരുമ്പം ലിക്വിഡിറ്റി വർക്ക് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ആര് വിൻ ചെയ്യുന്നത് അനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ ഇത് ടൈമിംഗ് അതുപോലെ ഭാഗ്യമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ റൊട്ടേഷൻ ഷെഡ്യൂൾ ഫിക്സ്ഡ് ആണ്. അതായത് ഇവിടെ എപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും എന്താണ് പണം പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. പക്ഷേ ഇവിടെ ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് പണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷന് സമയത്ത് ഏർലിയർ പേ ഔട്ടിന് ബിഡ് ചെയ്യാം. സോ ഓവറോൾ ചിറ്റ് ഫണ്ട്സ് കുറച്ച് ലിക്വിഡിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്, എന്നാലും ഫണ്ടിൽ ഇൻസ്റ്റന്റ് ആക്സസ് ഓഫർ ചെയ്യുന്നില്ല. ഇനി ഇവിടുത്തെ അടുത്ത വലിയൊരു ചോദ്യം ഇതാണ്, ഇവിടെ എന്തെങ്കിലും ടാക്സ് ഇൻവോൾവ് ആണോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ചിറ്റ് ഫണ്ട്സിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ചിറ്റ് ഫണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 56 പ്രകാരം ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരുന്നത്. അപ്പോൾ ചിറ്റ് ഫണ്ട്സ് നിങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് അത് ടാക്സ് ചെയ്യും. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് അനുസരിച്ചാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര നാളത്തേക്കാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് ഹോൾഡിംഗ് പീരീഡ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ടാക്സേഷൻ ഇവിടെ വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2023 മാർച്ച് 31 ശേഷം വാങ്ങിയ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നിങ്ങളിപ്പോൾ 1 വർഷത്തിനുള്ളിൽ വിറ്റാൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും 20% ടാക്സ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ എന്താണ് 1.5 ലക്ഷം വരെയുള്ള പ്രോഫിറ്റ് ഇവിടെ ടാക്സ് ഫ്രീ ആണ്. അതിന് മുകളിലുള്ള എമൗണ്ട് 12.5% ആയിരിക്കും ടാക്സ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ മുകളിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നിങ്ങൾ അടയ്ക്കണം. കൂടാതെ സർചാർജ് അതുപോലെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടി നിങ്ങൾ അടയ്ക്കണം. അതുപോലെ സ്റ്റാൻഡേർഡ് ഇൻകം ടാക്സ് റൂൾ പ്രകാരം TDS നിങ്ങൾ അടയ്ക്കണം. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും SIPയിൽ പണം ഇടുന്നതാണോ അത് ചിറ്റ് ഫണ്ടിൽ ഇടുന്നതാണോ നല്ലതെന്നുള്ള കാര്യം. അപ്പം നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാ മാസവും നിങ്ങൾ 25,000 രൂപ വെച്ച് 2 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതായത് അടുത്ത 24 മാസത്തേക്ക്, അതായത് 6 ലക്ഷം രൂപ വെച്ച് SIPയിൽ നിങ്ങളും ചിറ്റ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓരോ കേസിലും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിറ്റ് ഫണ്ട്സ് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് റോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഗ്രോസ് ചിറ്റ് വാല്യൂ വരുന്നത് 6 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ ഇവിടെ ഫോർമാറ്റ് ചാർജ് ഏകദേശം ഒരു 5% വരും. അപ്പോൾ അതൊരു 30,000 രൂപ വരും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താണ് 5,70,000 രൂപയായിരിക്കും നിങ്ങളുടെ ഇൻ ഹാൻഡിൽ നിങ്ങൾക്ക് വരുന്നത്. അതായത് 30,000 രൂപയുടെ നഷ്ടം. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിലെ SIP നമുക്ക് നോക്കാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലെ റിട്ടേൺസ് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫിക്സഡ് അല്ല. പക്ഷേ നമുക്ക് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് 1 വർഷം ആവറേജ് 14% റിട്ടേൺ എന്നുള്ളത് നമുക്ക് എടുക്കാം. സോ 24 മാസത്തേക്ക് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 6 ലക്ഷം.
അപ്പോൾ 6,80,000 രൂപയായിട്ട് അത് വളർന്നിട്ടുണ്ടാവും. അതായത് 80,000 രൂപ പ്രോഫിറ്റ്. അവിടെ SIP വഴിയാണെങ്കിൽ നമുക്ക് 80,000 രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയേനെ. ചിറ്റ് ഫണ്ട് ആണെങ്കിൽ ഏകദേശം 30,000 രൂപ ലോസ് വന്നേനെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ആക്ച്വൽ പെർഫോമൻസ്, മാർക്കറ്റ് പെർഫോമൻസ്, ബിഡിംഗ് ബിഹേവിയർ, അതുപോലെ വേറെ പല കണ്ടീഷൻ അനുസരിച്ചാണ് വരുന്നത്. പക്ഷേ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അഗൈൻസ്റ്റ് ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നതാണ്. അപ്പോൾ പല ബാങ്കുകളും പ്ലാറ്റ്ഫോംസും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിറ്റ് ഫണ്ട്സ് വെച്ച് ഇത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഈവൻ നിങ്ങളുടെ ഓൺ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് പണം കടം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, മുന്നേ നിങ്ങൾ പണം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫോർമാന് ഒരു എക്സ്ട്രാ ഇൻസ്റ്റാൾമെൻറ്റ് ചാർജ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരും. സോ അതൊരു ഡ്രോബാക്ക് തന്നെയാണ് ഇവിടെ. സോ നമ്മൾ ചിറ്റ് ഫണ്ട് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റും എന്താണ് പക്ക പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി നമുക്ക് രണ്ടിൻ്റെയും റിസ്ക്കും ഡ്രോബാക്കും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 പ്രൊഡക്റ്റിൻ്റെയും റിസ്ക് നിങ്ങൾക്ക് കാണാം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചിറ്റ് ഫണ്ട്സ് അതിൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ചിറ്റ് ഫണ്ട്സ് കുറച്ചും കൂടി ട്രഡീഷണൽ ആണ്. അപ്പോൾ കൂടുതൽ സൗത്ത് ഇന്ത്യയിലൊക്കെ ഇതാണ് പോപ്പുലർ ആണ്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റം ആണ്. അപ്പോൾ സേവിങ്സ് അതുപോലെ തന്നെ ഒരു എന്താണ് ഫ്ലെക്സിബിൾ ബോറോയിങ്ങിൻ്റെ ഒരു മിക്സ് ആണിത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മോഡേൺ ആണ്. അപ്പോൾ മാർക്കറ്റ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണിത്. അപ്പോൾ ഒരു പ്രൊഫഷണൽസ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ബൈ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ പണം വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഇതിലേതായിരിക്കും നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഇരിക്കും കാര്യങ്ങൾ ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും കുറച്ചും കൂടി സിമ്പിൾ, കമ്മ്യൂണിറ്റി ബേസ്ഡ്, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കണക്റ്റഡ് ചെയ്യാത്ത എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിറ്റ് ഫണ്ട് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോങ് ടേം ഗ്രോത്ത് ആണ് നിങ്ങൾ നോക്കുന്നത്, അതുപോലെ മാർക്കറ്റ് അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പം നിങ്ങളിവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, രണ്ടിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അഡ്വൈസേഴ്സും നമ്മളോട് എന്താണ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ കാണരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.